സോഷ്യൽ മീഡിയയുടെ ഒരു കോറായിട്ടുള്ള രീതി എന്ന് പറയുന്നത് അറ്റൻഷൻ എക്കോണമിയുടേതാണ്. ഈ അറ്റൻഷൻ എക്കോണമി എന്ന് പറയുന്നത് അതും ഈ പറയുന്ന കണക്ക് പുതിയൊരാശയമാണ്. ഇപ്പോൾ പറയുന്ന കണക്ക് നൂറ്റാണ്ടുകളായിട്ടൊന്നും ഉണ്ടായിരുന്നൊരു ഐഡിയ ഒന്നും അല്ല. 70കളിലും 80കളിലും ഒക്കെയുള്ള ചില എക്കണോമിസ്റ്റുകളും ബിഹേവിയറൽ സൈക്കോളജിസ്റ്റുകളൊക്കെ വന്നിട്ട് അവരാണ് ഈ ഒരു ഐഡിയയെ മുന്നോട്ട് കൊണ്ടുവയ്ക്കുന്നത്. അതിനൊരു റീസൺ ഉണ്ട്. ആ റീസൺ മനസ്സിലാക്കിയാലേ നമ്മൾ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ സോഷ്യൽ മീഡിയയ്ക്കകത്ത്, സോഷ്യൽ മീഡിയ എന്നല്ല, നമുക്ക് ഇൻഫർമേഷൻ എന്നുള്ളൊരു സംഭവം എടുക്കാം. പണ്ടൊക്കെ നമ്മൾ പറയുന്നത് ഇൻഫർമേഷൻ ഒരു കമ്മോഡിറ്റിയാണ്, ഒരു വസ്തുവാണ്, നിങ്ങൾക്കത് വിറ്റ് കാശാക്കാം. കണ്ടൻറ് ക്രിയേറ്റേഴ്സ്, ഇപ്പോൾ ബിജുവിനെ പോലുള്ള ആൾക്കാരൊക്കെ അവരുടെ കണ്ടൻറ്റിനെ ഒരു കൊമേഴ്ഷ്യലായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റായിട്ടോ ഒരു വാല്യൂ ജനറേറ്റിംഗ് സംഭവമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇൻഫാക്റ്റ് കണ്ടൻറ്റിന് അതിരില്ല. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കണ്ടൻറ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോഴുള്ള റൈറ്റ് നൗ ഈ 2026 ഇന്ന് ലോകത്തുള്ള മൊത്തം ഡിജിറ്റൽ ഡാറ്റയുടെ, മനുഷ്യൻ ഡിജിറ്റൽ അല്ലാതെയും ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതല്ലാതെ ഡിജിറ്റൽ ഡാറ്റയുടെ മൊത്തം അളവ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 220 സെറ്റാബൈറ്റ് വരുമെന്നാണ് പറയപ്പെടുന്നത്. ഒരു സെറ്റാബൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 1 ട്രില്യൺ ഗിഗാബൈറ്റ്. ഒരു ഗിഗാബൈറ്റിൻ്റെ കഥ നമുക്കറിയാം. ഒരു സിനിമ, നിങ്ങളൊരു ആവറേജ് സിനിമയാണ്, ഒരു 2 മണിക്കൂറുള്ള മലയാള സിനിമയാണെങ്കിൽ 3 GB ആണ് വരുന്നത്. അപ്പോൾ ഊഹിക്കാമല്ലോ. ഇതുപോലെ 1 ട്രില്യൺ എന്ന് വെച്ചാൽ 1 ലക്ഷം കോടി, 220 ലക്ഷം കോടി ഗിഗാബൈറ്റാണ് ഇപ്പോഴത്തെ മൊത്തം ഡാറ്റയുടെ അളവ്. ഇത് 2025 വെറും 190 സെറ്റാബൈറ്റ് ആയിരുന്നു. 2029 540 ആവും. അതായത് ഇപ്പോഴുള്ളതിൻ്റെ ഏതാണ്ട് ഇരട്ടിയോളം ആ സമയത്തെത്തും. ഇനി ഇതിൻ്റെ ഒരു സ്കെയിൽ പറയാം. ഈ 220 ഗിഗാബൈറ്റിനെ നമ്മൾ സിനിമകളായിട്ട് ആണ് സൂക്ഷിച്ചിരിക്കുകയെന്ന് വയ്ക്കുക. ഈ സിനിമകൾ നമ്മുടെ നാട്ടിലുള്ള ഇൻ്റർനെറ്റ് ആക്സസ് ഉള്ള എല്ലാ ആൾക്കാർക്കും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ലോകത്ത് മൊത്തം 800 കോടി മനുഷ്യന്മാരുണ്ട്. 800 കോടിയിൽ ഇൻ്റർനെറ്റ് ആക്സസ് എത്ര പേർക്കുണ്ടാവും? ഇപ്പോഴത്തെ ഒരു ഏകദേശ കണക്ക് പ്രകാരം കുറച്ച് എക്സാജറേറ്റഡ് ആണ്, അതൊക്കെ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പറയണമെങ്കിൽ 140ഓളം കോടി മനുഷ്യന്മാരിൽ നമ്മുടെ ടെലികോം അതോറിറ്റി പറയുന്നത് 90-95 കോടി ആൾക്കാർക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ടെന്നാണ്. ആക്ച്വലി വളരെ ന്യൂട്രലായിട്ടുള്ള മറ്റു കണക്കുകൾ പറയുന്നത് അത്രയൊന്നുമില്ല, ഒരു 80-85 കോടിയൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി 85 കോടിയാണെങ്കിൽ കൂടിയും അതിൽ എത്ര പേര് കൃത്യമായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ വേറൊരു ക്വസ്റ്റ്യൻ മാറ്റി നിർത്തുന്നുണ്ട്. എന്നാലും നമുക്ക് ഏകദേശം ഒരു 50% ആൾക്കാർ ഇത്തരത്തിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കാം. അതായത് 400 കോടി ആൾക്കാർ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നു. ഈ 400 കോടി ആൾക്കാർ ഒരു ദിവസത്തിൽ അവരുടെ ദിവസത്തിൻ്റെ 1/3 പൂർണ്ണ സമയം ഈ ഇൻ്റർനെറ്റ് കാണാനായി വിനിയോഗിക്കുന്നു എന്ന് വിചാരിക്കുക. അതായത് 8 മണിക്കൂർ കാണാൻ ഉപയോഗിക്കുന്നുവെങ്കിൽ ഈ 220 സെറ്റാബൈറ്റിനെ കണ്ടു തീർക്കാൻ, ആ സിനിമ മുഴുവൻ കണ്ടു തീർക്കാൻ ഏതാണ്ട് 12.5 കൊല്ലം വേണം. ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും കുത്തിയിരുന്ന് സിനിമ കാണുമ്പോഴുള്ള കണക്കാണ് ഈ പറയുന്നത്. ഇത് നമ്മൾ 12.5 കൊല്ലം കൊണ്ട് കണ്ടു തീർത്തു എന്നിരിക്കട്ടെ, 3 കൊല്ലം കഴിയുമ്പോൾ ഇതിൻ്റെ ഇരട്ടി വരികയാണ്. അപ്പോൾ 3 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ അന്ന് പ്രൊഡ്യൂസ് ചെയ്ത മൊത്തം സംഭവങ്ങൾ മുഴുവൻ കണ്ടു തീർക്കാനായിട്ട് നിങ്ങൾക്ക് വീണ്ടും 12.5 കൊല്ലം പോരാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയിൽ ഉണ്ടായത് ബാക്കിയും വരികയാണ്. അപ്പോൾ അറ്റൻഷൻ എക്കോണമിയുടെ വളരെ ബേസിക് ആയിട്ടുള്ള ലോജിക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ശ്രദ്ധ ലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് കൃത്യമായി ഒരു ദിവസം 24 മണിക്കൂറേ മാക്സിമം ഉള്ളൂ. ഉറങ്ങാതിരുന്ന് കണ്ടാലും 24 മണിക്കൂറേ ഉള്ളൂ. പക്ഷേ ഇൻഫർമേഷൻ അബൻഡൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇൻഫർമേഷൻ ഉണ്ടാക്കാൻ മനുഷ്യരുണ്ട്, മനുഷ്യരല്ലാതെ AI സിസ്റ്റംസും ഉണ്ട്. അപ്പോൾ ഈ AI സിസ്റ്റംസ് വരുമ്പോൾ എത്രത്തോളം നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ പറ്റുന്നുവോ അത്രത്തോളം അവർക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഈ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ എന്ത് വേണം? നേരത്തെ വൈശാഖൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പല രീതിയിലുള്ള ടെക്നിക്കുകൾ അവർ ഉപയോഗിക്കും. നമ്മൾ ചിലപ്പോൾ നിസ്സാരമെന്ന് കരുതുന്ന ടെക്നിക്കുകൾ പോലും അവരുടെ കൃത്യമായ സ്ട്രാറ്റജിയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഫോൺ എടുത്ത് നമ്മളൊരു യൂട്യൂബിലെ വീഡിയോ നോക്കുന്ന സമയത്ത് അത് ഓട്ടോ പ്ലേ ചെയ്യും. ഓട്ടോ പ്ലേ ചെയ്യുമ്പോൾ എന്താണ് അവിടെ ബേസിക്കായിട്ട് നമ്മുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ ചിന്തിക്കേണ്ട, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഫേസ്ബുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഓരോ വീഡിയോയും ഓട്ടോ പ്ലേ ചെയ്യുമ്പോൾ അത് പ്ലേ ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾ ചിന്തിക്കാൻ എടുക്കുന്ന 3 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 3 മൈക്രോ സെക്കൻഡ് അവിടെ ലാഭിക്കുകയാണ്, അതിൻ്റെ ലാഭം ഉണ്ടാക്കുകയാണ്. അല്ലെങ്കിൽ നേരത്തെ വൈശാഖൻ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ഇമോഷണലി ചാർജ്ഡ് ആവുന്നു. കാരണം അവിടെ കൃത്യമായൊരു മോഡൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ മോഡൽ പറയുന്നത് പ്രൈം മോഡൽ എന്നാണ്, PRIME. അതിലെ PR എന്നുള്ളത് എന്താ പറയുക, പ്രൈഡ് അല്ലെങ്കിൽ പ്രസ്റ്റീജ് എന്നൊക്കെ പറയുന്ന ഒരു വാക്കിനെയാണ് PR എന്നുള്ള വാക്ക് ലെറ്റേഴ്സ് ഉദ്ദേശിക്കുന്നത്. I എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻഹൗസ് ആയിട്ടുള്ള, അതായത് നിങ്ങൾ അകത്താണോ പുറത്താണോ. ഇപ്പോൾ വൈശാഖൻ എൻ്റെ ആളാണോ ബിജുവിൻ്റെ ആളാണോ? എൻ്റെ ആളാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കും, ബിജുവിൻ്റെ ആളാണെങ്കിൽ എനിക്ക് കാണേണ്ട ആവശ്യമില്ല. ഈ ഒരു ഇൻ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ ഉള്ള വീഡിയോസിന് നമ്മൾ കൂടുതൽ കാണും. എന്ന് പറയുന്നത് ഇമോഷനാണ്. ഇമോഷൻ ഡ്രിവൺ ആയിട്ടുള്ള
വീഡിയോസിനെ നമ്മൾ കൂടുതലായി കാണാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇമോഷൻ ഡ്രിവൺ ആയിട്ട് ഒരു സംഭവം കിട്ടുകയാണ്. ഒരു പർട്ടിക്കുലർ വീഡിയോ കിട്ടുമ്പോഴത്തേക്കും അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ആങ്കറിനെ, എൻ്റെ വിഷമത്തിനെ, എൻ്റെ വൈകാരികതയെ ഒക്കെ വരികയാണെങ്കിൽ ആ ഇമോഷനെ ഞാൻ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുകയും അതിൽ ഞാൻ കൂടുതൽ സ്റ്റക്കായിട്ടിരിക്കുകയും ചെയ്യും. ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു മലയാള സീരിയൽ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സങ്കടം തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആ സീരിയൽ വീണ്ടും വീണ്ടും കാണാൻ ശ്രമിക്കുന്നത് അതിനൊരു ഇമോഷണൽ കണക്റ്റ് കിട്ടുന്നതുകൊണ്ടാണ്, നിങ്ങളെ അലോസരപ്പെടുത്തുന്നതുകൊണ്ടാണ് നിങ്ങൾ അതിലേക്ക് അഡിക്റ്റായി മാറുന്നത്. അത് നമ്മുടെ ശരിക്കും ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ഞാൻ മറന്നു എന്ന് പറഞ്ഞ സാധനം മൊറാലിറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ തലത്തിൽ ഇപ്പോൾ ഒരു പുതിയ തൊഴിൽ മേഖല തന്നെയുണ്ട്. ആ തൊഴിൽ മേഖല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മോറൽ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അതായത് സദാചാര വ്യവസായികൾ, സദാചാരം വിറ്റിട്ട് കാശുണ്ടാക്കുന്ന, സദാചാരം വിറ്റിട്ട് അറ്റൻഷൻ നേടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമുക്ക് നിരന്തരം കാണാൻ പറ്റും. ഇപ്പോൾ തന്നെ വളരെ ലളിതമായിട്ട് 2 ദിവസം മുമ്പ് നടന്നൊരു എക്സാമ്പിൾ പറയാം. അതിനകത്ത് ഞാൻ പക്ഷം പിടിക്കുകയൊന്നുമല്ല. തിരുവനന്തപുരത്ത് ഒരു സിനിമാ നടൻ്റെ കാറ് വേറൊരു 2 പേരെ ഇടിച്ചു. അതൊരു ക്രാഷാണ്, ആക്സിഡൻ്റ് എന്ന് പറയാൻ പറ്റില്ല, 2 പേരുടെ ഭാഗത്തും തെറ്റുകളുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. ഒരു സംഭവം ഉണ്ടായി. അതിനുശേഷം നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇതിൽ ശരി തെറ്റുകളുടെ തർക്കമാണ് നടക്കുന്നത്. ഇതിൽ ആരാണ് ശരി? അദ്ദേഹമാണ്, സിനിമാ നടൻ ശരിയെന്ന് കുറേ ആൾക്കാർ പറയുന്നു, അതല്ല 2 വീലേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ശരിയെന്ന് വേറെ കുറച്ച് ആൾക്കാർ പറയുന്നു. എപ്പോഴും അവിടെ റൈറ്റിയസ്നെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ റൈറ്റിയസ് ആകാതെ സ്വയം ഞാൻ ശരിയുടെ ഭാഗത്താണ് എന്ന് പറയാതെ നിൽക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് സോഷ്യൽ മീഡിയ നമ്മളെ കൊണ്ടുപോയി വയ്ക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ വൈശാഖൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു വാക്കുണ്ട്, എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് എൻഗേജ്മെൻറ്റ് ഒപ്റ്റിമൈസേഷൻ എന്ന ഒരു സ്ട്രാറ്റജിയാണ്. എൻഗേജ്മെൻറ്റ് ഒപ്റ്റിമൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കണ്ടൻറ്റിനെ അല്ല സോഷ്യൽ മീഡിയ ഇവാലുവേറ്റ് ചെയ്യുന്നത്, പകരം നിങ്ങളുടെ എൻഗേജ്മെൻറ്റിനെയാണ് സോഷ്യൽ മീഡിയ ഇവാലുവേറ്റ് ചെയ്യുന്നത്. എൻഗേജ്മെൻറ്റിനകത്ത് അത് ഒരേ സമയം തന്നെ നിങ്ങളുടെ ഇമോഷണലായിട്ടുള്ള ആസ്പെക്റ്റ് നോക്കുന്നുണ്ട്, നിങ്ങളെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഞാനൊരു സംഭവം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അടുത്തത് എങ്ങോട്ടേക്ക് പോകും, അല്ലെങ്കിൽ ഏത് കിട്ടിയാൽ ഞാനിവിടെ കണ്ടിന്യൂ ചെയ്യുമെന്നത് പ്രെഡിക്റ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്ന ഒരു തലത്തിൽ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് കൂടുതൽ നേരം എന്നെ അതിനകത്തേക്ക് പിടിച്ചു നിർത്താനുള്ള ഒരു അവസരമായി സോഷ്യൽ മീഡിയ കണക്കാക്കുന്നുണ്ട്. ഇത് കൃത്യമായി ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചർച്ചയിൽ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയുടെ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ എന്ന് പറയുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തുടങ്ങിയ കാലം മുതൽ തന്നെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ 2000-ൻ്റെ തുടക്കത്തിൽ നമ്മളൊക്കെ ഓർക്കുട്ട് ഉപയോഗിച്ച് തുടങ്ങുന്ന കാലഘട്ടം മുതൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തിനെ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം, ജനറേറ്റീവ് AI എന്നുള്ള ഉള്ളടക്ക നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള നിർമ്മിത ബുദ്ധി ഈ ഒരു തലത്തിലേക്ക് കൂടുതലായി കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നുള്ളതാണ്. അതുവരെ നിലനിന്നിരുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇടപെടൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കൃത്യമായിട്ടും പ്രഡിക്ഷന് വേണ്ടിയിട്ട്, അതായത് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം എന്ത് വേണം, അവർ ഏതൊക്കെ മേഖലയിലേക്ക് കൂടുതൽ കടന്നു പോകാൻ സാധ്യതയുണ്ട്, അവരെ ഇതിൽ പിടിച്ചു നിർത്താൻ ആവശ്യമായ മാനിപ്പുലേറ്റീവ് ടെക്നിക്സ് ഏതൊക്കെയുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതുവരെയും നിലനിന്ന് വന്നിരുന്നത്. അപ്പോൾ ആ മാനിപ്പുലേറ്റീവ് ടെക്നിക്സാണ് ഇതിനകത്തുള്ള വാല്യൂ ക്രിയേഷനേക്കാളും, കണ്ടൻറ്റിൻ്റെ വാല്യൂ ക്രിയേഷനേക്കാളും മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഒരു പച്ചയായ സത്യം. പക്ഷേ അങ്ങനെ പച്ചയായ സത്യം പറയുമ്പോഴും അതേ സോഷ്യൽ മീഡിയക്കകത്താണ് വൈശാഖൻ തമ്പിയും ബിജു മോഹനും ഇരിക്കുന്നത്. ഇവിടെ ശരിക്കും മാനിപ്പുലേറ്റീവായിട്ടുള്ള അർത്ഥരഹിതമായ കണ്ടൻറ്റുകൾ മാത്രമാണോ സൃഷ്ടിക്കപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, അർത്ഥമുള്ള വളരെ പോസിറ്റീവായി ഇതിൽ ഇടപെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തലം കൂടി സോഷ്യൽ മീഡിയക്കകത്തുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയ്ക്കും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും ഈ ഒരു ദ്വന്ദ്വ വ്യക്തിത്വം, ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള ഈ ദ്വന്ദ്വ വ്യക്തിത്വം നിലനിൽക്കുന്ന ഒരു മേഖലയിൽ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ പ്രോബബ്ലി ബിജുവിനും എപ്പോഴെങ്കിലുമൊക്കെ അതിനകത്ത് ഇടപെട്ട് സംസാരിക്കാവുന്നതാണ്, ഇപ്പോൾ വളരെ പ്രോഗ്രസീവായ നിലപാടുകളിലൂടെ, അല്ലെങ്കിൽ വളരെ കൃത്യമായ ശാസ്ത്ര നിലപാടുകളിലൂടെ, എന്നാൽ സക്സസ്ഫുള്ളായി സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻസ് നടത്താൻ കഴിയുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ വൈശാഖൻ പേഴ്സണലി അനുഭവിക്കുന്ന എന്തെങ്കിലും ചലഞ്ചുകളോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രഷർ ഈ പ്ലാറ്റ്ഫോം ഇത്തരം ഒരു പ്രോഗ്രസീവ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഇൻഫ്ലുവൻസർ ഗ്രൂപ്പുകളെ കൂടുതലായിട്ട് അത്തരത്തിലൊരു പ്രഷർ തരുന്നുണ്ടോ? അതിനെപ്പറ്റി എന്താണ് തോന്നുന്നത്? ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ഒരാളല്ല എന്ന് പറഞ്ഞത്
കുറച്ച് എംഫസൈസ് ചെയ്ത് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. സോഷ്യൽ മീഡിയയിൽ ഞാനത് കോൺട്രാസ്റ്റ് പറയാൻ മനസ്സിലാവും. എനിക്കറിയാവുന്ന കുറേ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഇത്തരം ആശയങ്ങളൊക്കെ പങ്കുവച്ചിരുന്ന ആളുകൾ പലരും സോഷ്യൽ മീഡിയയിൽ ഒരു നെഗറ്റിവിറ്റിയിൽ മനം എടുത്തിട്ട് നിർത്തിയവർ ഒരുപാട് പേരുണ്ട്. ഈവൻ ചെറുപ്പക്കാരായ കുറച്ച് പേര്, എൻ്റെ വിദ്യാർത്ഥികളൊക്കെ ആയിരുന്ന കുറച്ച് പേരൊക്കെ യൂട്യൂബിൽ ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്തതിന് ശേഷം അവരുടെ അതിനകത്ത് വരുന്ന കമൻറ്റ്, അത് നേരത്തെ പറഞ്ഞ എൻഗേജ്മെൻറ്റിന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നെഗറ്റിവിറ്റി ബൂസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. നെഗറ്റിവിറ്റിയാണ് ഏറ്റവും കൂടുതൽ നമ്മളെ എൻഗേജ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. നേരത്തെ ഞാനിവിടെ വന്നപ്പോൾ ബിജുമോഹൻ ഒരു ഉദാഹരണം, എൻ്റെ ഒരു പ്രഭാഷണത്തിനിടയ്ക്ക് ഞാൻ പറയുന്നൊരു കാര്യം, ഈ ജലദോഷം ഉണ്ടാകുന്നത് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് സാധാരണ മനുഷ്യരുടെ ഇടയിലുള്ള ഒരു തെറ്റിദ്ധാരണയെക്കുറിച്ച് ഒന്ന് റെഫർ ചെയ്യുന്നുണ്ട്. അതായത് തലയിൽ വെള്ളം നിന്നിട്ട് അകത്തേക്ക് ഇറങ്ങിയിട്ടാണ് നീര് ഇറങ്ങിയാണ് ജലദോഷം വരുന്നതെന്ന് കരുതുന്ന ആളുകളുണ്ട്. പക്ഷേ വെള്ളത്തിൽ അങ്ങനെ നമ്മുടെ സ്കിന്നിലൂടെ കയറാൻ പറ്റില്ല എന്നും, ഇതാണ് ഞാൻ അവിടെ ഡീബങ്ക് ചെയ്യുന്നൊരു തെറ്റിദ്ധാരണ. പക്ഷെ അതിൻ്റെ താഴെ ആൾക്കാർ തെറി വിളിക്കുകയാണ്. ഈ ജലദോഷത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിനകത്ത് എന്തിനാണ് ആളുകൾക്ക് ഇത്ര വികാരങ്ങൾ? വി ഡോണ്ട് നോ, നമുക്കറിയില്ല. അതുപോലെ അടുത്തിടെ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഒരു ടിക്കറ്റിൻ്റെ ഒരു കോപ്പി, അത് വന്ദേ ഭാരതിനല്ല, ജനറലി ഇന്ത്യൻ റെയിൽവേയിലെ ടിക്കറ്റ് ബുക്കിങ്ങിനുള്ളൊരു തമാശയാണത്. നിങ്ങൾ കൺഫേംഡ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പോലും ടിക്കറ്റിൽ ചിലപ്പോൾ ഡിപ്പാർച്ചർ ടൈമും അറൈവൽ ടൈമും നോട്ട് ആപ്ലിക്കബിൾ എന്ന് കാണിച്ചേക്കും. ഇതിലെ ഞാൻ ആ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഈ ടിക്കറ്റിൻ്റെ മീനിങ് എന്താണ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് സമയം നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അതായത് എനിക്കൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്യുന്നു, ടൈം നോട്ട് ആപ്ലിക്കബിൾ. ഓക്കെ, നമ്മൾ ആ ട്രെയിനെ വേറെ ട്രാക്ക് ചെയ്യണം, അതെവിടെയാണ് വരുന്നത് അറിയാൻ വേണ്ടി. ഇതിൻ്റെ കീഴൊക്കെ ഇത് ഞാൻ പോസ്റ്റ് ഇട്ടിട്ട്, ഞാൻ എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോകില്ല, അതെന്തൊരു ആയിക്കോട്ടെ എന്നുള്ളത് ഇതാണ്. അപ്പോൾ ചില ആൾക്കാരൊക്കെ വഴിയിൽ വെച്ച് കാണുമ്പോൾ എയറിലാണല്ലോ എന്ന് പറയും. അത് ഇന്നത്തെ ഒരു പ്രയോഗമാണ്, എയറിലാവുക എന്ന്. അപ്പോൾ ഞാൻ ചോദിക്കും, ആണോ? എന്തോ താങ്ക്സ് ഫോർ ദ അത്രേ ഉള്ളൂ. ഞാനിത് ശ്രദ്ധിക്കുന്നേ ഇല്ല. കാരണം എയറിലാവുക എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ വെർബ് പോലും അല്ല. കാരണം എയറിലാകുന്ന ആൾ അറിയണമെങ്കിൽ അയാൾ അതിനെക്കുറിച്ച് ബോധം അറിയണം. എയറിലാക്കുന്ന ഉദ്ദേശത്തോടുകൂടി ആരും ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും കൂടെ ചേർന്ന് ചീത്ത വിളിക്കുമ്പോൾ അയാൾ എയറിൽ പോയതായി പറയപ്പെടുന്നു. അങ്ങനെയുള്ളൂ. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയ്ക്ക് വരുന്നൊരു പ്രശ്നമാണ്. അതായത് ഇതിനെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇത് പ്രശ്നമാകുന്നത് നിങ്ങൾ പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നെങ്കിലേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ റൈറ്റ്യസ്നെസ്സിന് വേണ്ടി വാദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് വളരെ വളക്കൂറുള്ളൊരു മണ്ണാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മലയാള സോഷ്യൽ മീഡിയ നടന്നുകൊണ്ടിരിക്കുന്നത് സിനിമാ നടൻ്റെ കാറിടിച്ച് ഒരു ബൈക്കിലെ 2 പേർക്ക് പരിക്ക് പറ്റി. ഇതിലാരാണ് ശരി, ആരാണ് തെറ്റ്? ഇതിനകത്ത് 2 പേർക്കും ഒരു കോൺട്രിബ്യൂട്ടിങ് എറർ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞാൽ ചർച്ച അവിടെ അവസാനിച്ചു. അങ്ങനെ അവസാനിക്കാൻ പാടില്ല. നിങ്ങൾ ഏതൊക്കെ ഒരു സൈഡിൽ നിന്നാൽ മാത്രമേ ചർച്ച ചെയ്യാൻ പറ്റൂ. ഇത് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഉണ്ടായ മനുഷ്യൻ്റെ ടെൻഡൻസി അല്ല. സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഇത് ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വ്യത്യാസം. ഇതിനു മുമ്പ് അത് തന്നെയാണ്. നമ്മൾ ഒരു റോഡ് ആക്സിഡൻറ്റ് നടന്നാൽ, ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഞാൻ സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് സിറ്റിയിൽ റോഡിൽ എപ്പോഴും എവിടെയെങ്കിലും ഒരു ആക്സിഡൻറ്റ് നടക്കും. ഈ ആക്സിഡൻറ്റ് നടന്നിട്ട് ഈ ഇടിച്ച വണ്ടികൾ അങ്ങോട്ട് നീക്കിയിട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ ആൾക്കാരെയൊക്കെ പല സ്ഥലത്ത് അവരങ്ങ് പോയി, പിന്നെ പോലീസിൻ്റെ എന്തെങ്കിലും പ്രൊസീജിയറിന് വേണ്ടിയിട്ട് ഈ വണ്ടി അവിടെ തന്നെ സൂക്ഷിക്കും. അപ്പം നിങ്ങൾ ആ ഭാഗത്ത് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന് ചുറ്റും ആൾക്കാർ നിന്നിട്ട് അനലൈസ് ചെയ്യും. ഈ പുള്ളി ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. ശ്രദ്ധിച്ചിട്ടല്ലേ? അല്ലല്ലല്ല, അതങ്ങനെയല്ല. പുള്ളി നമ്മളെങ്ങനെ കുറ്റം പറയാൻ പറ്റും? അങ്ങനെയല്ലേ തിരിയാൻ പറ്റുള്ളൂ. ഇയാൾ ശ്രദ്ധിച്ച് വരണമായിരുന്നു. അതായത് ആ വണ്ടി എല്ലാം അവിടെ നടന്ന സംഭവങ്ങളെല്ലാം സെറ്റിൽഡ് ആണ്. ആ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. അത് അവിടെ തന്നെയാണോ, ഇടിച്ച പൊസിഷനാണോ നിർബന്ധമില്ല, നീക്കിയിട്ടേക്കുമായിരിക്കും പോലീസ്. അവിടെ വന്നിട്ട് നമ്മൾ ഈ തർക്കം നടത്തും. ഇത് അതായത് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള വീക്ക്നെസ്സുകളല്ല ഇതൊന്നും. മനുഷ്യൻ്റെ ബിഹേവിയറിലും തിങ്കിങ് പാറ്റേണിലുമുള്ള കോമൺ ആയിട്ടുള്ള ഇത്തരം ലൂപ്പ് ഹോൾസിനെ വളരെ ഭംഗിയായി ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ വിജയത്തിൻ്റെ രഹസ്യം. അവർ നമ്മളെ ഒന്നും ചെയ്യിച്ചിട്ടില്ല. അവർക്ക് കൃത്യമായി നമ്മളെക്കാൾ നന്നായി അറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെടാത്തതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഡിറ്റാച്ച്ഡ് ആറ്റിറ്റ്യൂഡ് കാരണമാണ്. ഞാൻ അതിനെക്കുറിച്ച് ബോധം ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ നെഗറ്റിവിറ്റിയുടെ ഏരിയ ആയിട്ട് നമ്മൾ മാറും. ഇതൊരു ടിപ്പായിട്ട് ഫോർമാലിറ്റിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഡിറ്റാച്ച്മെൻറ്റ് നമ്മളെല്ലാവരും ശീലിക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. കാരണം സോഷ്യൽ മീഡിയ എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്ന നമ്മുടെ ഇത്തരം ചർച്ചകളുടെ പർപ്പസ് ഒരു പക്ഷേ അതിൻ്റെ ഒരു പ്രധാന ഗുണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചർച്ചയ്ക്ക് വരണം എന്നുള്ളതാണ്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞാൽ നമുക്കിത് കൈകാര്യം ചെയ്യാൻ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ AI വന്ന്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇന്നത്തെ രീതിയിലായതിനു ശേഷം കൂടുതൽ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന കുറേ വാക്കുകളുണ്ടല്ലോ. എക്കോ ചേംബർ, ഫിൽട്ടർ ബബിൾ. എക്കോ ചേംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു
പ്രതിധ്വനി കേൾക്കുന്ന ഒരു സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ടിരുന്നാൽ നമ്മളുടെ തന്നെ സംസാരം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. നമ്മുടെ തന്നെ ആശയങ്ങൾ നമുക്ക് പ്രതിധ്വനിയായിട്ട് കിട്ടും, റിഫ്ലക്റ്റ് ചെയ്ത് കിട്ടും. സോഷ്യൽ മീഡിയ അങ്ങനെയാണ് പെരുമാറുന്നത്. നിങ്ങൾ ഏത് രാഷ്ട്രീയ പക്ഷത്തോട് ചായ്വുള്ള ആളാണ്, നിങ്ങൾ എന്ത് തരം മതവിശ്വാസത്തിൻ്റെ ആളാണ്, നിങ്ങൾ എന്തൊക്കെ തരം കോൺസ്പിരസി തിയറികളാണ് ബൈ ചെയ്യുന്നത്, നിങ്ങളുടെ സാമ്പത്തിക ശാസ്ത്ര മനോഭാവം എന്താണ്, ഇതെല്ലാം നമ്മൾ ഓരോരുത്തരേക്കാൾ നന്നായി AI ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് മോണിറ്റർ ചെയ്യാൻ കഴിയും. സൈക്കോഗ്രാഫിക് പ്രൊഫൈലിംഗ് എന്നാണ് പറയുക. നമ്മളുടെ മാനസിക അവസ്ഥകളും നമ്മുടെ പേഴ്സണാലിറ്റിയിലെ ട്രെയ്റ്റുകളും നമ്മളെക്കാൾ നന്നായി മോണിറ്റർ ചെയ്യാൻ ഈ കമ്പനികൾക്ക് സാധിക്കും. ഇതിനുള്ള കഴിവ് വരുന്നത് AI പോലുള്ള സംഗതി. വളരെ ഒരു മനുഷ്യന് ഇത് പറ്റും, പക്ഷേ ഒരു സൈക്കോളജിസ്റ്റിന് ഒരാളെ പ്രൊഫൈൽ ചെയ്യണമെങ്കിൽ മണിക്കൂറുകളുടെ അധ്വാനമുണ്ട്. ഇതല്ല. നമ്മൾ കൊടുക്കുന്ന ഇൻഡയറക്റ്റ് ക്യൂസ്, നമ്മൾ ഏതൊക്കെ പോസ്റ്റുകളിൽ ചെന്നിട്ടാണ് ലവ് റിയാക്ഷൻ ഇടുന്നത്, എവിടെയൊക്കെ ചെന്നിട്ടാണ് നമ്മൾ ആങ്കർ റിയാക്ഷൻ ഇടുന്നത്, എവിടെയൊക്കെയാണ് നമ്മളിത് ഷെയർ ചെയ്ത് പിന്നെയും കൊടുക്കുന്നത്, എവിടെയാണ് നമ്മൾ കുറേ നേരം ചർച്ച എൻഗേജ്മെൻ്റ് എന്നുകൊണ്ട് സോഷ്യൽ മീഡിയ മനസ്സിലാക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്നതും ഫേസ്ബുക്കിനെയും ഇൻസ്റ്റാഗ്രാമിനെയും സംബന്ധിച്ച് എൻഗേജ്മെൻ്റാണ്. അതായത് ആ പോസ്റ്റ് കൂടുതൽ ആൾക്കാരെ കാണിക്കും, അപ്പോൾ തെറി വിളിക്കാൻ മെൻറ്റാലിറ്റി ഉള്ള കൂടുതൽ ആളുകൾ അവിടെ വരും. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ ഒരു ആൾക്കൂട്ടം വരുമ്പോഴത്തേക്കും ഒരു അടി കൊടുക്കാനുള്ള അവസരം നമ്മളാരും കളയില്ല. നാട്ടുകാരെല്ലാം അങ്ങോട്ട് ഒരു കള്ളനെ പിടിച്ചിട്ട് അടിക്കുകയാണ്, ഓക്കെ എന്നാൽ എൻ്റെ വക ഒരു അടി. ഇത് നമ്മുടെ ഇത് സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പേ ഉള്ള ആറ്റിറ്റ്യൂഡാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ എളുപ്പമാണ്. നാട്ടുകാർ അടി കൂടുന്നിടത്ത് ചെന്ന് അടി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരെണ്ണം കിട്ടാനുള്ള റിസ്ക് ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ ആ റിസ്ക് ഇല്ല, നിങ്ങൾക്ക് വളരെ പരിപൂർണമായിട്ട് ചെയ്യാം. റൈറ്റ്വസ്നെസ് പ്രകടിപ്പിക്കാൻ എളുപ്പമാണ്. നിങ്ങൾ ഏത് തരം വ്യക്തിയാണ് എന്നുള്ളത് വേറെ ആർക്കും അറിയില്ല. നമുക്ക് എന്തിനെ കുറിച്ചും പറയാം. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി വാദിക്കാം, ജനാധിപത്യ ബോധത്തിന് വേണ്ടി വാദിക്കാം. എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇതൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം ആരും അറിയാതെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ വളരെ രസകരമായിട്ട് തന്നെ മാസ്കറേഡ് ഇത് വെക്കാൻ പറ്റും. ഇങ്ങനെയുള്ള പോസിബിലിറ്റീസാണ് അവിടെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ റിയാക്ഷൻസിൽ മനമെടുക്കുന്ന ആളുകളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമുക്ക് തോന്നും ഇവരെല്ലാവരും വലിയ മഹാന്മാരും നമ്മളെ എതിർക്കുന്നത്. ഇവരുടെ പ്രൊഫൈലിൽ കയറി ഇവരുടെ ലൈഫിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ വേറെ തന്നെ ആളായിരിക്കും. സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രൊഫൈല് ഒരു വ്യക്തി ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ആ വ്യക്തിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒന്നേ അല്ല, അത് കംപ്ലീറ്റ്ലി ഫേക്ക് ആയിട്ടൊരു സംഗതിയാണ്. മനഃപൂർവ്വം ഒരാൾ ഫേക്ക് ആകുന്നതല്ല. നമ്മളാരെങ്കിലും സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ജീവിതത്തിൽ മോശം കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുമോ? ഇല്ല. നമുക്ക് അവാർഡ് കിട്ടിയാൽ പോസ്റ്റ് ചെയ്യാൻ തോന്നും. നമ്മുടെ 2 ഇൻക്രിമെൻറ്റ് സർക്കാർ ബാർ ചെയ്തു, കാരണം നമ്മുടെ കയ്യിലിരിപ്പ് അതായിരുന്നു. ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടില്ല. അതുകൊണ്ട് എൻ്റെ കുറിച്ചുള്ള വളരെ നല്ല കാര്യങ്ങൾ മാത്രമേ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ കാണും. ഇതുതന്നെയാണ് തിരിച്ചും. പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യും. ഇപ്പോൾ നോക്കൂ, അയാൾ കഴിഞ്ഞ തവണ സ്വിറ്റ്സർലാൻഡ് ടൂർ പോയിട്ട് വന്നേക്കുന്നു, അതിൻ്റെ പിറ്റേന്ന് ചിലപ്പം EMI അടയ്ക്കാത്തതിന് ജപ്തി വന്ന് കാണും. അത് ഫേസ്ബുക്കിലില്ല. നമ്മളങ്ങനെ ഇതാണ് നമ്മൾ സോഷ്യൽ മീഡിയ നമുക്കുണ്ടാക്കുന്ന സോഷ്യൽ പ്രഷർ. നമ്മൾ ഇത് തിരിച്ചറിയേണ്ട ഒരു ആവശ്യമുണ്ട്. എനിക്ക് നമ്മളെല്ലാവരും അത് അറിഞ്ഞിരിക്കേണ്ടതും പറഞ്ഞ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടതുമാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കെയർഫുള്ളായിട്ട് കൈകാര്യം ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഗുണം ചെയ്യാവുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം സ്പെസിഫിക്കലി പറയണമല്ലോ. ഞാൻ ഫേസ്ബുക്കിലാണ് ആദ്യമായിട്ട് എൻ്റെ ചിന്തകൾ പങ്കുവെക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചിന്ത പങ്കുവെച്ചപ്പോഴത്തേക്കും ഒരുപാട് പേരുടെ അവിടെ ചിന്തകൾ പങ്കുവച്ചിരുന്നു. മീൻസ് ഇൻ ദ ഫോം ഓഫ് തെറി. എൻ്റെ ചിന്തയും അവരുടെ ചിന്തയും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. അവരുടെ ചിന്ത തെറിയാണ്. അപ്പോൾ പക്ഷെ അത് എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളിടത്താണ് വ്യത്യാസം. ഞാനത് വക വെച്ചില്ല, പിന്നെയും പലതും പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എല്ലാ മനുഷ്യരുണ്ടല്ലോ, എല്ലാത്തരം ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യരുണ്ടല്ലോ. അപ്പോൾ അവർ പലരും അതിനെ പ്രോത്സാഹിപ്പിച്ച ആൾക്കാരുണ്ട്. ഇങ്ങനെ ആൾക്കാരെല്ലാം കൂടെ മൂപ്പിച്ചാണ് ഞാൻ ഫേസ്ബുക്കിൽ സയൻസ് എഴുതാൻ തുടങ്ങി. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുള്ള ആക്കിയിട്ടുള്ള ആൾക്കാർ നമ്മൾ കണ്ടല്ലോ. അടുത്തിടെ ഒരാൾ സൂയിസൈഡ് ചെയ്തു, അയാൾ സൂയിസൈഡിൽ പോയി. സോഷ്യൽ മീഡിയയിലുള്ള ഇമ്പാക്റ്റാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആരാണ് സോഷ്യൽ മീഡിയയിൽ നാളെ ഇങ്ങനെ ആൾക്കൂട്ട ആക്രമണത്തിനോ ഇങ്ങനെയുള്ള മാസ്സായിട്ടുള്ള സദാചാര ഇവാലുവേഷൻസിനോ ഇരയാകാൻ പോകുന്നത് നമുക്കറിയില്ല. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കണം, ഇത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അതാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്കഷനിൽ നിന്നൊരു ടിപ്പും കൂടെ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതായിരിക്കും ഒരു ടിപ്പ്. അതെ, എനിക്ക് തോന്നുന്നു വൈശാഖൻ പറഞ്ഞത് തന്നെയാണ്. ഒരുപക്ഷെ ഈ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, എന്നെ 2 തെറി വിളിച്ചാലും എനിക്ക് തോന്നുന്നു ആ ഒരു വന്ദേ ഭാരതിൻ്റെ ടിക്കറ്റിൻ്റെ താഴെ വന്ന് പറഞ്ഞ വലിയ ശാസ്ത്രജ്ഞൻ ഇതുപോലും അറിയില്ലേ എന്നൊക്കെയാണ്, ആ ടൈപ്പ് ചോദ്യങ്ങളൊക്കെയാണ് അതിനകത്ത് താഴെ വന്നിട്ടുള്ളത്. ഇതിനെ മൈൻഡ് ചെയ്യാതിരിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് വരുമാനമുണ്ടായി ജീവിക്കണം എന്ന് ആഗ്രഹമില്ലാത്ത ആൾക്കാർക്ക് അതിൽ നിൽക്കാൻ പറ്റും. പക്ഷേ മറ്റൊരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൺവെൻഷണൽ മീഡിയയുടെ കാലഘട്ടത്തിൽ നിന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലേക്ക്, കൃത്യമായിട്ട് പറഞ്ഞാൽ
2000-ന് ശേഷമുള്ള ഒരു സ്വിച്ചിങ്ങിനകത്ത് കുറേയധികം സാമൂഹികമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് നമ്മൾ കൺവെൻഷണൽ മീഡിയ, എനിക്ക് തോന്നുന്നു സാജമാഷൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അതുപോലെ അങ്ങനെ കുറേയധികം മീഡിയയിൽ വർക്ക് ചെയ്ത ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഒരു പർട്ടിക്കുലർ മീഡിയ പ്രോഡക്റ്റ്, അത് എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു വാർത്തയാകാം അല്ലെങ്കിൽ ഒരു പാട്ടാകാം, എന്ത് പ്രോഡക്റ്റ് ആയാലും അത് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ അവിടെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടാകും. ആ പ്രൊഡ്യൂസർ അത് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഒരു സാങ്കേതിക വിദ്യയിലൂടെ, അത് റേഡിയോ ആയിരിക്കാം, TV ആയിരിക്കാം, പത്രമായിരിക്കാം, പുസ്തകമായിരിക്കാം, അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ വായിക്കുന്ന നമുക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അടുത്ത ചായക്കടയിൽ പോയി നമ്മൾ സംസാരിക്കും, പക്ഷേ തിരിച്ചു പറയാൻ അവകാശമില്ല. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രൊഡ്യൂസറും അതുപോലെ നേരത്തെ പറഞ്ഞ കൺസ്യൂമറും തമ്മിലുള്ളൊരു വിടവുണ്ടായിരുന്നു. ഇപ്പോൾ അത് ശരിക്കും ആ വിടവില്ല. ഇവിടെ നമ്മളെല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നമ്മൾ ഒരേ സമയം പ്രൊഡ്യൂസറുമാണ്, നമ്മൾ ഒരേ സമയം കൺസ്യൂമറുമാണ്. ഇത് പ്രൊസ്യൂമർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അതിനകത്ത് വരുന്നുണ്ട്. രണ്ടാമത് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവം നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ശരിക്കും പറഞ്ഞാൽ രസകരമായൊരു സംഭവമാണ്. ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ ശേഷം വ്യാപകമായിട്ടുണ്ടായിരുന്നൊരു പരാതി, സോഷ്യോളജിസ്റ്റുകളും അല്ലെങ്കിൽ അങ്ങനെ പൊതുവെ സമൂഹത്തിനെ നോക്കിക്കൊണ്ടിരുന്ന ആൾക്കാരുടെ ഒരു പരാതി, മനുഷ്യന്മാർ സമൂഹത്തിൽ നിന്ന് വിട്ട് കുടുംബങ്ങളിലേക്കും വ്യക്തികളിലേക്കും ചുരുങ്ങിപ്പോകുന്നു. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, 50 കൊല്ലം മുമ്പോ 100 കൊല്ലം മുമ്പോ നമ്മുടെ സമൂഹത്തിൽ കൂട്ടുകുടുംബങ്ങളുണ്ടായിരുന്നു. കുറച്ചുകൂടെ വലിയ ഒരു ലാർജർ ഫോംസ് ഓഫ് കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്ന സ്ഥലത്ത് നമ്മൾ അണുകുടുംബങ്ങളിലേക്ക് ചുരുങ്ങുകയും ആ അണുകുടുംബങ്ങൾക്കകത്ത് തന്നെ ഓരോരുത്തർക്കും സെപ്പറേറ്റ് മുറിയൊക്കെ ആയുന്നത് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? 20-30 കൊല്ലമായിട്ടുണ്ടാവും ഓരോരുത്തർക്കും സെപ്പറേറ്റ് മുറി ഉണ്ടായിട്ട്. അതുവരെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു മുറിക്കകത്ത് കിടക്കുകയോ അല്ലെങ്കിൽ തിണ്ണേ കിടക്കുകയോ ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ. ഇങ്ങനെ നമ്മളിലേക്ക് ചുരുങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് സോഷ്യൽ മീഡിയ വരുന്നത്. ഈ സോഷ്യൽ മീഡിയ എന്താ സംഭവിക്കുന്നത്? നമ്മൾ നഷ്ടപ്പെടുത്തിയ ഫിസിക്കലായിട്ടുള്ള ഒരു ലോകത്തിൽ നിന്ന് നമ്മളെ ടോട്ടലി ഡിഫറൻ്റായ ഒരു വെർച്വൽ സൊസൈറ്റിയിലേക്ക്, അത് ഒരു സൊസൈറ്റിയുമല്ല, നമ്മൾ ശരിക്കും പണ്ട് ഫിസിക്കലായിട്ടുള്ള പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് സൊസൈറ്റിയെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ, എൻ്റെ അയൽവാസികൾ, അല്ലെങ്കിൽ എൻ്റെ നാട്ടിലുള്ള ആൾക്കാർ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് വൈകുന്നേരം പോയിരുന്ന് പാട്ട് പാടുമ്പോൾ ആ പാട്ട് പാടുന്ന കുറച്ച് ആൾക്കാർ, ഒരേ താല്പര്യമുള്ളവർ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, നമ്മൾ പോലും അറിയാത്ത നൂറുകണക്കിന് സൊസൈറ്റികൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടോട്ടലി ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു റിയാലിറ്റിയുടെ ലോകത്താണ് അഭിരമിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ സെയിനായിട്ടിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മാത്രവുമല്ല, അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ എൻഗേജ്മെൻറ്റിന് സോഷ്യൽ മീഡിയക്കകത്ത് ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പം നിങ്ങൾക്ക് 2 തരം അറ്റൻഷനുണ്ട്. അറ്റൻഷൻ എക്കോണമിയുടെ കാര്യം പറയുമ്പോൾ 2 തരം അറ്റൻഷനാണ് കൂടുതലായി അതിനകത്ത് പറയപ്പെടുന്നത്. ഒന്ന് പറയുന്നത് വളരെ ഒരു ഫ്ലോ അറ്റൻഷൻ എന്ന് പറയും, അത് വൈറാലിറ്റിയാണ്. ഇപ്പം ഞാനിവിടെ ഇരുന്ന് ഡാൻസ് കളിച്ചു, ഇപ്പോൾ എൻ്റെ ഡാൻസ് വളരെ വൃത്തികെട്ട ഡാൻസ് ആയിരുന്നു. ആ സംഭവം കണ്ടിട്ട് ഇവിടെ ഇരുന്ന് ആരൊക്കെയോ എടുത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അടുത്ത സെക്കൻഡിൽ നേരത്തെ പറഞ്ഞ പോലെ എയറിലാവും അല്ലെങ്കിൽ വൈറലാവും. 38 കോടി അല്ലെങ്കിൽ 50 കോടി ആൾക്കാർ ഈ സംഭവം കണ്ടിട്ട് ലൈക്ക് ഇടുകയോ കമൻ്റ് ഇടുകയോ തെറി വിളിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് ശരിക്കും ഫ്ലോ അറ്റൻഷനാണ്, വൈറാലിറ്റിയാണ്. എന്നാൽ മറ്റൊരു തരം അറ്റൻഷൻ കാൽസിഫൈഡ് അറ്റൻഷൻ എന്ന് പറയും. കാൽസിഫൈഡ് അറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി അയാളുടെ നിരന്തര പരിശ്രമം കൊണ്ടും അയാൾ ഉണ്ടാക്കുന്ന കണ്ടൻറ്റിൻ്റെ വ്യതിരിക്തത കൊണ്ടും യുണീക്നെസ് കൊണ്ടും അയാൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു റെപ്യൂട്ടേഷൻ്റെ പുറത്തുണ്ടാകുന്ന അറ്റൻഷനാണ് കാൽസിഫൈഡ് അറ്റൻഷൻ. വൈശാഖൻ തമ്പിക്ക് ഉള്ളത് ഫ്ലോ അറ്റൻഷൻ അല്ല, അത് കാൽസിഫൈഡ് അറ്റൻഷനാണ്. ബിജു മോഹൻ ഉള്ളത് ഫ്ലോ അറ്റൻഷൻ അല്ല, അത് കാൽസിഫൈഡ് അറ്റൻഷനാണ്. ഈ കാൽസിഫൈഡ് അറ്റൻഷൻ ആക്ച്വലി ഈസ് എ കറൻസി. അതിന് നമുക്ക് വേറൊരു രീതിയിൽ അതൊരു പക്ഷേ പണമായിട്ടോ റെപ്യൂട്ടേഷനായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗുഡ് വില്ലായിട്ടോ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഈ കറൻസിയാക്കി മാറ്റുമ്പോൾ അതിനകത്ത് മാർക്കറ്റിൻ്റെ സാമ്പത്തിക ശാസ്ത്രം അപ്ലൈഡ് ആവും. അവിടെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉൾപ്പെടുന്ന മേഖലയിൽ സോഷ്യൽ മീഡിയയ്ക്ക് ഇത്തരമൊരു മേഖലയ്ക്കകത്ത് കൃത്യമായി അതിനകത്തുള്ള നിയമങ്ങൾ തിരുത്താൻ പറ്റും, അല്ലെങ്കിൽ നിയമങ്ങൾ നിരന്തരം തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഫേസ്ബുക്കിനകത്ത് ഇന്ന് നിങ്ങൾ ഒരു പർട്ടിക്കുലർ വീഡിയോ കാണുന്നതിൻ്റെ പിറകിലുള്ള അൽഗോരിതം ആയിരിക്കില്ല നാളെ നിങ്ങൾ നോക്കുമ്പോൾ ആ ഉണ്ടായിരിക്കുന്ന അൽഗോരിതം മാറാം. ഈ മാറുന്നതിനനുസരിച്ചിട്ട് ഒരു വ്യക്തി ഈ കറൻസിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിതം നയിക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ സസ്റ്റനൻസിൻ്റെ ഭാഗമാണ്, അയാൾക്ക് ജീവിച്ചാലേ പറ്റൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ഞാൻ ഈ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്ക് ഫോക്കസ് ചെയ്യാൻ അല്ലെങ്കിൽ ആൾക്കാർ എന്നെ കാണില്ല, എൻ്റെ കാൽസിഫൈഡ് അറ്റൻഷൻ പതിയെ ഇല്ലാണ്ടായി തീരും. അവിടെ എനിക്ക് കാൽസിഫൈഡ് അറ്റൻഷനെ നിലനിർത്താൻ വേണ്ടി എൻ്റെ ഫോമാറ്റ് മാറ്റണം. എനിക്ക് അവിടെ കൃത്യമായിട്ട് വളരെ എളുപ്പത്തിൽ പുതിയ കാര്യങ്ങൾ പറയാൻ പറ്റണം. ഒരു വൈറാലിറ്റി എൻ്റെ ഓരോ കണ്ടൻറ്റിലും, ഈവൻ ഇഫ് ഐ ഹാവ് എ കാൽസിഫൈഡ് അറ്റൻഷൻ, എൻ്റെ ഓരോ പോസ്റ്റിനകത്തും എനിക്കൊരു വൈറാലിറ്റി കൊണ്ടുവരേണ്ടതുണ്ട്.
ഈ സംഭവം നമ്മുടെ അടിസ്ഥാനപരമായ സാമൂഹിക ജീവിതത്തിനെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്നവരിലും തിരുത്തപ്പെടുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നവരിലും തിരുത്തപ്പെടുന്നുണ്ട്. കാണുന്നവരിലുള്ള തിരുത്തലിൻ്റെ ഒന്നാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് പബ്ലിക് ഡിസ്കോഴ്സിൽ നമ്മൾ ഇതുപോലെ ഇപ്പോൾ നിൽക്കുന്നത് പോലെയുള്ള നമ്മുടെ സാമൂഹിക ഇടപെടലുകൾക്കകത്തുള്ള ഗൗരവത്തിൻ്റെ ചോർച്ചയാണ്. പണ്ട് പബ്ലിക് ഡിസ്കോഴ്സ് നമുക്കറിയാം വളരെ ഗൗരവത്തിലിരുന്നിട്ട്, ഞാൻ പ്രത്യേകിച്ച് ശാസ്ത്രാധിപ പരിഷത്ത് പോലൊരു സംഘടനയുടെ കൂടി അംഗമായിരിക്കുമ്പോൾ പരിഷത്തിനെ പറ്റി പറയുന്ന ഒരു വളരെ തമാശയുണ്ട്. രാത്രി കിടക്കാൻ പോകുമ്പോഴും സംസാരിച്ചുകൊണ്ടാണ് കിടക്കുന്നത്, രാവിലെ എഴുന്നേൽക്കുമ്പോഴും സംസാരിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്ന ടൈപ്പ് ഓഫ് ഗൗരവം ഇന്നത്തെ പബ്ലിക് ഡിസ്കോഴ്സിനില്ല. അവിടെ ഒരു കൈൻഡ് ഓഫ് മീമിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവുന്നു. നമ്മളെല്ലാത്തിനെയും മീമുകളാക്കി കാണാൻ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ അതിന് ആ ഒരു ഫോമാറ്റിലേക്ക് പോകുന്നു. മീമുകളുടെ ഒരു കുഴപ്പം, നേരത്തെ പറഞ്ഞ കണക്ക് മീമുകൾക്കും ഒരു ദ്വന്ദ്വ സ്വഭാവമുണ്ട്. മീമുകൾ ഗൗരവത്തിലുള്ള ഒരു വിഷയത്തിനെ അതിൻ്റെ ന്യൂവാൻസസിനെ ഒഴിവാക്കിക്കൊണ്ട്, അതിൻ്റെ സൂക്ഷ്മതലങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു വാഹന അപകടത്തിൻ്റെ കാര്യത്തിലെ വിശദാംശങ്ങൾ അതിനകത്ത് ഒരുപാട് വിശദാംശമുണ്ട്. നമ്മുടെ ട്രാഫിക് നിയമങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്, വ്യക്തികളുടെ ഇടപെടലിൻ്റെ നിയമങ്ങൾ വരുന്നുണ്ട്, പോലീസ് ഇടപെട്ടതും അല്ലെങ്കിൽ അവർ റിപ്ലൈ ചെയ്തതുമായിട്ടുള്ള വിശദാംശങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ റദ്ദ് ചെയ്ത് കളയും. റദ്ദ് ചെയ്തതിന് ശേഷം വളരെ കൃത്യമായിട്ടുള്ള ഒരു തമാശയുടെ രൂപത്തിൽ നമ്മളൊരു ഗ്ലോബൽ ടെംപ്ലേറ്റ് എടുത്തുകൊണ്ട് ഈ സംഭവത്തിനെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് പബ്ലിക് ഡിസ്കോഴ്സിൻ്റെ ഡെപ്തിനെ ഇല്ലാണ്ടാക്കുകയും വളരെ പെരിഫറലായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക ബോധത്തിന് നിരന്തരമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇതൊരു ചെറിയ കാര്യമല്ല. രണ്ടാമത്തത്, ഈ പലപ്പോഴും പണ്ട് ഈ ഗ്ലോബലൈസേഷൻ ഒക്കെ തുടങ്ങുന്ന സമയത്ത് 1990s 2000 കാലഘട്ടത്തിൽ ആൾക്കാർ പറഞ്ഞത് ഗ്ലോബലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ കൾച്ചറെല്ലാം ഇല്ലാണ്ടായി പോകും, നശിച്ചു പോകും എന്നൊക്കെ പറയായിരുന്നു. ഇപ്പോൾ 2026 നമ്മളൊരു ഗ്ലോബലൈസ്ഡ് ലോകത്താണ് ജീവിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്താ കാണുന്നത്? എനിക്ക് തോന്നുന്നത് നിങ്ങളിൽ ഓരോരുത്തരും ഏറ്റവും കൂടുതൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു ഡയലക്റ്റുകൾ കേൾക്കുന്നത്. ഇപ്പോൾ കണ്ണൂർ ഭാഷ എനിക്കറിയില്ലായിരുന്നു, പക്ഷേ ഞാനിപ്പോൾ കണ്ണൂർ ഭാഷയുടെ ആരാധകനാണ്. അതുപോലെ കാസർഗോഡിലെ ഏറ്റവും റിമോട്ടായിട്ടുള്ള കള്ളാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ മംഗലാപുരത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ എനിക്കിപ്പോൾ അറിയുന്നത് അത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായി വരുന്നു. ഇത് ശരിക്കും ഒരു വൈരുദ്ധ്യമാണ്. കാരണം ഒരേ സമയത്ത് ഗ്ലോബലി ഉള്ള ഒരു ടെംപ്ലേറ്റ് കൊണ്ടുവരികയും അതേസമയം ലോക്കലി ഉള്ള ക്രിയേറ്റിവിറ്റി അപ്ലിഫ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഈ ഗ്ലോബൽ ഒരു ടെംപ്ലേറ്റും ലോക്കൽ ക്രിയേറ്റിവിറ്റിയും ഉൾപ്പെടുന്ന ഒരു സംഭവത്തിന് ഒരു ടെക്നിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് ഗ്ലോക്കലൈസേഷൻ എന്നാണ് പറഞ്ഞത്. ഗ്ലോബലൈസേഷനും അല്ല, ലോക്കലൈസേഷനും അല്ല, ഗ്ലോക്കലൈസേഷൻ. ഈ ഗ്ലോക്കലൈസേഷൻ ഉണ്ടാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരേ സമയത്ത് നമ്മളെ ഡൈല്യൂട്ട് ചെയ്യുകയും അതേസമയം നമ്മളെ എംപവർ ചെയ്യുകയാണ്. ഈ ഡൈലൂഷനും എംപവർമെൻറ്റും നടക്കുന്നത് ഓൺ എ ഡേ ടു ഡേ ബേസിസ് ആണ്. അതായത് ഇതിനെ പറ്റിയിട്ട് സാമൂഹിക ശാസ്ത്ര വിദ്യാർത്ഥികൾ പഠിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് അത് മാറിക്കഴിഞ്ഞിരിക്കും. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ കേരളത്തിലുണ്ടായ സാമൂഹികമായ സാംസ്കാരികമായ ഇടപെടലുകൾ എന്ത് എന്ന് നിങ്ങൾ പഠിച്ചു കഴിയുന്ന സമയത്ത് പുതിയൊരു ടെംപ്ലേറ്റും പുതിയൊരു മീമും പുതിയൊരു ഫോമാറ്റും പുതിയൊരു പ്ലാറ്റ്ഫോം പോലും ഉണ്ടായെന്നിരിക്കും. ഇപ്പോൾ നേരത്തെ വൈശാഖൻ സൂചിപ്പിക്കുകയുണ്ടായി, ഗൂഗിളിൻ്റെ ഓർക്കുട്ട് ഗൂഗിൾ എടുത്തു, പിന്നെ അതിനുശേഷം ഗൂഗിൾ പ്ലസ് വന്നു, ഗൂഗിൾ ബസ് വന്നു, പിന്നെ വേറെ എന്തൊക്കെയോ ഇത് കണക്ക് ഗൂഗിളിൻ്റെ തന്നെ പല 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 പ്ലാറ്റ്ഫോംസ് വന്നു. അതൊക്കെ എവിടെ പോയി? ഇപ്പോൾ ഗൂഗിൾ ബസ്സിലൊക്കെ ആക്റ്റീവായിട്ട് ഇടപെട്ടിരുന്ന ആൾക്കാർക്കറിയാം, ഗൂഗിൾ ബസ് വളരെ ഗംഭീരമായിട്ടുള്ള ചർച്ചകളും വളരെ ഗംഭീരമായിട്ടുള്ള ഡിസ്കോഴ്സസും ഡോക്യുമെൻറ്റേഷനും നടന്ന സ്ഥലമാണ്. നമ്മുടെ കേരളത്തിൻ്റെ വളരെ ആഴത്തിലുള്ള പഠനങ്ങൾ നടന്നിട്ടുള്ള ഡിസ്കോഴ്സസ് അതിനകത്ത് നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എവിടെ? ആ പ്ലാറ്റ്ഫോം ഇല്ലാണ്ടായി. നിങ്ങളുടെ ഡാറ്റ, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഡോക്യുമെൻറ്റേഷൻ, നിങ്ങളുടെ ഹിസ്റ്ററി ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ദയാദാക്ഷിണ്യത്തിലായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ സംഭവം പോകുന്നുണ്ട്. ഇതൊരു എന്താ പറയുക, പ്ലാറ്റ്ഫോം എഫിമെറാലിറ്റി എന്നൊക്കെ പറയുന്ന പോലെ ക്ഷണികത, പ്ലാറ്റ്ഫോമുകളുടെ ക്ഷണികത മറ്റൊരു സ്വഭാവമാണ്. ഇത്തരത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുക പോലും ചെയ്യാത്ത തരത്തിലുള്ള അന്തസംഘർഷങ്ങളും ഉൾച്ചുഴികളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ കടലാണ് ഈ സംഭവം. അവിടെ വൈശാഖൻ പറഞ്ഞതുപോലെ നമുക്കതിൻ്റെ ഒരു കഷ്ണം പോലും, ഒരു ചെറിയ ഒരു വെള്ളത്തുള്ളി പോലും നമുക്ക് കാണാനും പറ്റുന്നില്ല. പക്ഷേ ആ കാണാൻ പറ്റുന്നതിനകത്ത് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സാമൂഹിക ജീവിതത്തിനെ ആഴത്തിൽ ബാധിക്കുന്നു, നമ്മളെ തിരുത്തുന്നു. നമ്മളെ തിരുത്തുന്നതിൽ അപകടകരമായ ചില തിരുത്തലുകളുണ്ട്. ആ അപകടകരമായ തിരുത്തലുകൾ ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യം ഇതിൻ്റെ രാഷ്ട്രീയ തലമാണ്. സോഷ്യൽ മീഡിയയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും എങ്ങനെയാണ് നിലനിൽക്കുന്ന രാഷ്ട്രീയത്തിനെ ബാധിക്കുന്നതും തിരുത്തുന്നതും എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ഒന്നാണ്. അതിൽ ചില വാക്കുകളും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അൽഗോക്രസി എന്നൊക്കെ പോലുള്ള അൽഗോരിതങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ഡെമോക്രസി എന്നൊക്കെ പറയുന്ന പുതിയ കാഴ്ചകൾ ഉണ്ടായി വരുന്നു. ഇതിൻ്റെ ഒരു അനുഭവം എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരുമിച്ച് ഒന്ന് സംസാരിക്കാൻ തോന്നുന്നു. വൈശാഖിൻ്റെ അഭിപ്രായങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ? ഒന്ന് നേരത്തെ പറഞ്ഞ ഇത് ഒരു തരം കുറേ
മൊണോപ്പൊളീസാണ് ഈ സംഗതികളെ നിയന്ത്രിക്കുന്നത്. നമ്മൾ പറയുമ്പോൾ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിലും ഇപ്പോൾ വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒരേ കമ്പനിയുടെ കീഴിലുള്ള സംഗതികളാണ്. ഇവർക്ക് പരസ്പരം ഇൻ്റഗ്രേറ്റഡ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിൾ പ്ലസ് പോലുള്ള സോഷ്യൽ മീഡിയ അത് ഫേസ്ബുക്കിന് പാരലായി കുറച്ച് നാൾ നിന്ന ശേഷം ഗൂഗിൾ പ്ലസ് മിസ്സായി പോകും. അതിന് പിന്നിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാവുന്ന പാറ്റേൺ, പരസ്പരം മത്സരിക്കുന്നത് പ്രൊഡക്റ്റീവ് അല്ല എന്ന് ഈ കമ്പനികൾ തിരിച്ചറിഞ്ഞെടുത്താണ് ഇവർ മറ്റൊരാളുടെ നിഷ് ഏരിയയിൽ കളിക്കുന്നത് നിർത്തുന്നത്. ഓക്കെ, ഫേസ്ബുക്ക് നിങ്ങൾ വെച്ചോളൂ, സെർച്ച് ഞങ്ങൾ ഹാൻഡിൽ ചെയ്യാം എന്ന രീതിയിലേക്ക് ഫേസ്ബുക്കിനെ ആ ഏരിയയിലേക്ക് വിട്ടിട്ട് ഫേസ്ബുക്കിനോട് ഇക്കാര്യത്തിൽ മത്സരിക്കുന്നത് ഗൂഗിൾ നിർത്തുന്നു. പക്ഷേ ആത്യന്തികമായിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാമല്ലോ, 5 or 6 ടെക് ഭീമന്മാരാണ് ഈ കാര്യങ്ങളെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരിൽ പല സ്ഥലങ്ങളിലും ഇവർ വളരെ സോഷ്യലി ഡിസ്റപ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ ഇവർ ലെജിസ്ലേഷൻ്റെ മുമ്പിലോ ഗവൺമെൻറ്റുകളുടെ ചോദ്യം ചെയ്യലുകൾക്ക് മുമ്പിലോ ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ ഇപ്പോൾ മാർക്ക് സക്കർബർഗോ ഗൂഗിളിൻ്റെ സുന്ദർ പിച്ചായിയോ ഒക്കെ പല ഗവൺമെൻറ്റുകളുടെയും ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യലുകൾക്ക് ഇരുന്ന് കൊടുക്കുന്ന വീഡിയോസ് കിട്ടും. അത് കാണുമ്പോൾ അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, അവരുടെ ഉത്തരങ്ങളെക്കാൾ പേടിപ്പിക്കുന്നത് ചോദ്യങ്ങളാണ്. കാരണം ചോദ്യം ചോദിക്കുന്ന, ഓഫ് കോഴ്സ് ഇതൊക്കെ മിക്ക രാജ്യങ്ങളുടെയും നാഷണൽ ലെവലിൽ നടക്കുന്ന ചോദ്യം ചെയ്യലുകളാണ്. ഇത്തരം കോർപ്പറേഷൻസിനെ ആ കോർപ്പറേഷൻ്റെ CEO ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു സാധാരണ ലോക്കൽ കോർട്ടിലായിരിക്കില്ല. ആ ചോദ്യങ്ങളെന്ന് പറയുന്നത് ഈ സാങ്കേതിക വിദ്യ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ല എന്ന് വെളിപ്പെടുത്തുന്ന ചോദ്യങ്ങളാണ്. കുറ്റം പെടുത്താൻ പറ്റില്ല. വളരെ സീനിയറായിട്ടുള്ള പ്രായമുള്ള ആളുകളാണ് ഈ ഉദ്യോഗസ്ഥരായിട്ടിരിക്കുന്നത്. അവർക്ക് ഇത് ഒരു ബ്ലാക്ക് ബോക്സ് ആണ്, ഇതെങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് അറിയില്ല. അവരുടെ ചോദ്യങ്ങൾക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ എവിടെയൊക്കെ പോകുന്നുണ്ട് എന്ന് ഗൂഗിൾ മോണിറ്റർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഗൂഗിളിൻ്റെ CEO പറയുന്ന ഉത്തരം വിശ്വസിക്കുക അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ നമ്മുടെ പ്രൈവസിയെയും നമ്മുടെ സാംസ്കാരിക ഇടപെടലുകളെയും നമ്മുടെ പൊളിറ്റിക്കൽ ഇൻക്ലിനേഷനെ ഒക്കെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ സോഷ്യൽ മീഡിയകൾ നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതിനെന്തെങ്കിലുമൊക്കെ റെഗുലേഷൻസ് വരേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ റെഗുലേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആളുകളുടെ ടെക്നോളജിക്കൽ കേപ്പബിലിറ്റി വലിയൊരു ചലഞ്ചാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അവർ പറയുന്നത് വിശ്വസിക്കുന്നതിനപ്പുറം ഇവർ പറയുന്നത് അങ്ങനെ പറയരുത്, അങ്ങനല്ല എന്ന് പറയാനുള്ള സാങ്കേതികപരമായിട്ടുള്ള ഗ്രാഹ്യം അവർക്കില്ല. അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. മനുഷ്യ സമൂഹം ഇങ്ങനെ ഒരു ചലഞ്ച് മുമ്പ് നേരിട്ടിട്ടില്ല. കുറച്ച് ആളുകൾക്ക് മാത്രം അറിയാവുന്ന രഹസ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോകം നിയന്ത്രിക്കപ്പെടുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, കേംബ്രിഡ്ജ് അനലിറ്റിക്ക എന്ന് പറയുന്ന കമ്പനി ഫസ്റ്റ് ട്രംപ് ഗവൺമെൻറ് അമേരിക്കയിൽ വരുന്ന സമയത്ത് അവർ പെട്ടെന്ന് ലൈം ലൈറ്റിലേക്ക് വരുന്നു. നല്ല അർത്ഥത്തിലായിരുന്നില്ല. അവർ സോഷ്യൽ മീഡിയയിൽ നടത്തിയ ഇടപെടലുകൾ ട്രംപിനെ അധികാരത്തിലെത്തിക്കുന്നതിൽ സഹായിക്കുന്ന തരത്തിലായിരുന്നു എന്നുള്ള കണ്ടെത്തലാണ്, ഗൗരവകരമായിട്ടുള്ള കണ്ടെത്തലുകളാണ്. നേരത്തെ പറഞ്ഞ ഫിൽട്ടർ ചേംബറും എക്കോ ചേംബറും ഫിൽട്ടർ ബബിളും പോലുള്ള ചില പ്രതിഭാസങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന അവിടാണ്. ഇപ്പോൾ ഏത് പാർട്ടിയെ, അമേരിക്കയിൽ എപ്പോഴും ബൈ പാർട്ടിയാണല്ലോ, അതായത് റിപ്പബ്ലിക്കനെ ആണോ ഡെമോക്രാറ്റിനെ ആണോ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് സംശയമില്ല ഉള്ള എന്തെങ്കിലും ഒരു പാർട്ടിയോട് ഹാർഡ് കോർ അഫിലിയേഷൻ ഇല്ലാത്ത ഒരാൾ, സ്വിംഗ് വോട്ടുകൾ നമ്മൾ വിളിക്കുന്ന അങ്ങനെ ഒരാളുടെ മുമ്പിൽ അയാളുടെ മറ്റ് ട്രെയ്റ്റ്സ് വെച്ചിട്ട് ഇയാളെ എങ്ങോട്ട് മറിക്കാനാണ് എളുപ്പം എന്ന് പ്രൊഫൈൽ ചെയ്യുക. ഏതെങ്കിലും ഒരു പാർട്ടി ഏതെങ്കിലും ഒരു മതവിശ്വാസത്തെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചോളൂ. ആ പാർട്ടിയുടെ അഫിലിയേഷൻ ഇല്ലാത്ത ഒരാളിന് ആ മതവിശ്വാസത്തോട് അഫിലിയേഷൻ ഉണ്ടെങ്കിൽ അയാളെ ആ പാർട്ടിയിലേക്ക് മറിക്കാൻ എളുപ്പമാണ്. ഇത് സാധാരണ കൺവെൻഷണൽ പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയിൽ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ മാസിനെയാണ് കാണുന്നത്. നമ്മൾ വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നത്, ആരെങ്ങോട്ട് മറിയും നമുക്കറിയില്ല, നമുക്ക് നിഷ്പക്ഷരാണ്. പക്ഷേ അവരുടെ പ്രൈവറ്റ് ലൈഫിൽ അവരെവിടേക്കൊക്കെയാണ് അവരുടെ മറ്റ് ഇൻട്രസ്റ്റുകൾ പോകുന്നത് എന്ന് നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അറിയില്ല. പക്ഷേ ഇൻ്റർനെറ്റിൽ ഗൂഗിളിലും ഫേസ്ബുക്കിനും ഒക്കെ അറിയാം. അപ്പോൾ ഇയാൾ സ്ഥിരമായിട്ട് ഇപ്പോൾ വർഗീയത തുളുമ്പുന്ന കാര്യങ്ങൾക്ക് ലൈക്ക് ചെയ്യുന്ന, ആൻറ്റി ഇമിഗ്രൻ്റായിട്ട് അഭിപ്രായം പറയുന്ന ആളുകൾ ട്രംപിന് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ആളാണ്. അവർ പ്രോ ട്രംപ് ആയിക്കൊള്ളണമെന്നില്ല, അവർ പ്രോ റിപ്പബ്ലിക്കൻ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ അവരെ നിരന്തരം ട്രംപിനെ വല്ലാതെ ഗ്ലോറിഫൈ ചെയ്യുന്ന തരം കണ്ടൻറ്റ് ഫീഡ് ചെയ്ത് കൊടുത്താൽ ഇയാളെ തിരഞ്ഞെടുത്തേക്കാം എന്ന തീരുമാനത്തിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഇത് അപകടകരമായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യാമെന്നുള്ളിടത്ത് ശരിക്കും കൺസേണിങ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. റെഗുലേഷൻ ആര് ചെയ്യും, എങ്ങനെ ചെയ്യും? കാരണം ടു ബിഗ് ടു ഫെയിലാണ് ഈ കമ്പനികളൊക്കെ. വലിയ കോർപ്പറേഷൻസാണ്. നമുക്ക് ഇൻഡിവിജ്വൽ തലത്തിലോ ഒരു സംസ്ഥാനം എന്ന തലത്തിൽ നിന്നോ പോലും നമുക്കൊരിക്കലും ഫൈറ്റ് ചെയ്യാൻ കഴിയാത്ത സ്കെയിലിലേക്ക് ഇവർ വളർന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു കൺസേൺ, ഒന്ന് ഇക്കണോമിക്കലി നേരത്തെ പറഞ്ഞ, പിന്നെ സോഷ്യൽ ആയിട്ടുള്ള മറ്റൊരു വലിയ അപകടം, അത് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നൊരു ആസ്പെക്റ്റ് ഉണ്ടല്ലോ. നമ്മൾ
നമ്മുടെ സമൂഹത്തിലെ തീരുമാനങ്ങൾ എടുക്കപ്പെടുമ്പോൾ, സമൂഹം എന്നല്ല നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ, നമ്മൾ ശ്രദ്ധിച്ചാൽ ലോകത്തിലെ വലിയ ആശയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ബോർഡത്തിൽ നിന്നാണ്. ഒരാൾ വെറുതെ ഇരുന്ന് ആലോചിക്കുന്നിടത്തു നിന്നൊക്കെയാണ് വലിയ ഐഡിയകൾ ഉണ്ടാകുന്നത്. നിങ്ങൾ ബസ്സിൽ 5 മിനിറ്റ് ഇരുന്ന് വെറുതെ ആലോചിക്കുമ്പോൾ വലിയ ഐഡിയകളൊന്നും ഉണ്ടാകുമെന്ന് എക്സ്പെക്ട് ചെയ്യരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തിങ്കിങ് ശീലമുള്ള ആളായിരിക്കണം. നമുക്കിപ്പോൾ അങ്ങനെ ഒരു ഹാബിറ്റ് ഇല്ല. അങ്ങനെ ഹാബിറ്റ് കുറഞ്ഞു വരികയാണ്. കാരണം നമ്മുടെ അറ്റൻഷൻ ഇക്കോണമിയിലെ അറ്റൻഷൻ, ഇഫ് ഇൻഫർമേഷൻ ഈസ് അബണ്ടൻറ്റ് അറ്റൻഷൻ ഈസ് സ്കാഴ്സ് എന്നാണ്. മനുഷ്യൻ ഇവോൾവ് ചെയ്തിരിക്കുന്നത് ഇൻഫർമേഷൻ തീരെ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിന് വേണ്ടി അനുയോജിച്ച തലച്ചോറുമായിട്ടാണ്. ഇപ്പോൾ അങ്ങനെയല്ല, ഇൻഫർമേഷൻ അബണ്ടൻ്റ് ആണ്. ഇത് ഏതിൽ ശ്രദ്ധിക്കണം എന്ന കൺഫ്യൂഷനാണ്. സിനിമയിൽ ബിന്ദു പണിക്കരുടെ ക്യാരക്ടർ പറയുന്നല്ലോ, അയ്യോ ഇതിൽ ഏതെടുക്കും, ഫ്രിഡ്ജ് എടുക്കണോ AC എടുക്കണോ, മൊത്തം കൺഫ്യൂഷനാണ്. അത്രയും കണ്ടന്റ് ഉണ്ട് നമ്മുടെ മുമ്പിൽ. നമുക്ക് ബോറടിക്കാതിരിക്കാൻ മാത്രമുള്ള ഇൻഫൈനൈറ്റ് സ്ക്രോൾ എന്ന് പറയുന്നത് ഒരു മനഃപൂർവ്വമായിട്ട് നടത്തിയിരിക്കുന്ന ഒരു ഇടപെടലാണ് സോഷ്യൽ മീഡിയയിൽ. നിങ്ങൾ ഒരിക്കലും സ്ക്രോൾ ചെയ്ത് തീരില്ല. എപ്പോഴും പുതിയ പുതിയ സംഗതി. ഫേസ്ബുക്കൊക്കെ വന്ന സമയത്ത് അങ്ങനെയല്ല, യു ഹാവ് കോട്ടപ്പ് എന്ന് എഴുതി കാണിക്കുമായിരുന്നു. നിങ്ങളുടെ ഫീഡ് കഴിഞ്ഞു, ഇനി ഒന്നും കാണാനില്ല, അവിടെ അങ്ങ് നിർത്താൻ പറ്റും. ഇതല്ല, യു നെവർ ഗോ ഔട്ട് ഓഫ് കണ്ടന്റ്. ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിന്ന് ചിന്തിക്കുന്നൊരു ശീലമില്ല. അത് പൊതുവെ കുട്ടികളെ വല്ലാതെ സ്വാധീനിച്ചു എന്നൊക്കെയാണ് അധ്യാപകരുടെ പരാതി. ഞാനത് വിശ്വസിക്കുന്നില്ല. എല്ലാവരെയും ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രശ്നം. കുട്ടികളെ മാത്രമൊന്നുമല്ല, മുതിർന്ന ആളുകളുടെയും അറ്റൻഷൻ സ്പാൻ ഭയങ്കര കുറവാണ്. കുട്ടികൾക്ക് ഒരു ഫിസിക്സിലെ ഒരു ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ക്ലാസ് ഒരു റീലായിട്ട് കിട്ടിയാൽ സൗകര്യം എന്നുള്ളതാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ 1 മണിക്കൂർ ക്ലാസ് ഒന്നും അവർ ഇനി സഹിക്കില്ല. ഒരു 90 മിനിറ്റ് കൊണ്ട് ക്വാണ്ടം മെക്കാനിക്സ് പഠിപ്പിക്കാൻ പറ്റും, 90 സെക്കൻഡ് കൊണ്ട് ക്വാണ്ടം മെക്കാനിക്സ് പഠിപ്പിക്കാൻ പറ്റിയ നന്നായിരിക്കും. മുതിർന്നവർ അങ്ങനെ തന്നെയാണ്. മുതിർന്നവർ ഇതിൽ നമ്മുടെ സൈക്കോളജിക്കൽ വീക്ക്നെസ്. ഇപ്പോൾ ഓപ്പറാൻഡ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ BF സ്കിന്നർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ ഒരു തിയറിയുണ്ട്. അതായത് നിങ്ങൾ അതിനകത്ത് വരുന്നവരാണ് വേരിയബിൾ റിവാർഡ്സ്. നമ്മൾ എന്തെങ്കിലും റിവാർഡ് എന്തെങ്കിലും ഗുണമുള്ള കാര്യം കിട്ടുമെന്ന പ്രതീക്ഷയാണ് നമ്മളെ പലതും ചെയ്യിക്കുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രതീക്ഷയില്ല, എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കരുത്. എന്നാൽ നമ്മളിപ്പോൾ ഒരു റീൽസോ ഷോർട്സോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുടെ ഒരു മെൻറ്റാലിറ്റി, അയാൾ കാണുന്ന എല്ലാ ഷോർട്സും അയാൾ ആസ്വദിക്കുന്നില്ല. അങ്ങനെ ആസ്വദിക്കുന്ന അയാൾ പെട്ടെന്ന് നിർത്തും. പകരം ഒരു 6-7 മോശം റീല്, അൺഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മോശം റീല് കഴിഞ്ഞിട്ടാണ് ഒരു ഇൻട്രസ്റ്റിംഗ് റീല് വരുന്നത്. അപ്പോൾ ഈ 6-7 എണ്ണം നമ്മൾ സ്ക്രോൾ ചെയ്ത് കളയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് വരുമല്ലോ എന്ന പ്രതീക്ഷയുടെ പുറത്താണ്. ഇതാണ് വേരിയബിൾ റിവാർഡ് മെക്കാനിസം എന്ന് വിളിക്കുന്നത്. തുടർച്ചയായിട്ട് റിവാർഡ് കൊടുത്തുകൊണ്ടിരുന്നാൽ അത് ഇങ്ങനെ നമ്മളെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പോൾ നമ്മളിതിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കൊന്നിലും ശ്രദ്ധയില്ല. കണ്ടന്റ് എല്ലാം വളരെ പെട്ടെന്ന് കിട്ടണം, പാസീവായിട്ട് വളരെ പെട്ടെന്ന് കിട്ടുന്ന കണ്ടന്റാണ്. അപ്പോൾ ഇത് ഗവൺമെൻറ്റ്സിന് ഇഷ്ടമാണ്. ഒരു അതോറിറ്റേറിയൻ ടെൻഡൻസി ഉള്ള ഗവൺമെൻറ്റിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഇത്. നിങ്ങളെല്ലാവരും സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നോളൂ, നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തൂ. സർക്കാരിൻ്റെ നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ഫിനാൻസ് മിനിസ്റ്റർ യൂണിയൻ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ പിറ്റേന്ന് പത്രത്തിൽ വന്ന വാർത്ത അവരുടുത്തിരുന്ന സാരി ഏതാണെന്നുള്ളതാണ്. എന്നിട്ട് ഗ്രാഫിക്സിലൂടെ വരുന്ന ഓരോരുത്തരും അവരവരുടെ വെർഷൻ ആയിരിക്കും നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അല്ലാതെ ബജറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എത്ര പേര് വായിക്കും? യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിലുണ്ട്. നമുക്ക് അത്രയൊന്നും അധ്വാനിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം നിങ്ങളങ്ങനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്താലേ ഉള്ളൂ നിങ്ങൾക്ക് വേറൊരു ഗവൺമെൻറ് വേണമെന്നോ വേറൊരു ലീഡറെ തിരഞ്ഞെടുക്കണമെന്നോ ഒക്കെയുള്ള ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വരൂ. അത് ആരും ആയിക്കൊള്ളട്ടെ. പക്ഷെ നമ്മുടെ ഡിസിഷൻസ് അങ്ങനെ ആഴത്തിലുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലല്ല. അപ്പോൾ നമ്മൾ ഇരുന്ന് ആലോചിക്കുന്നത് നിർത്തി സ്വാഭാവികമായിട്ടും ഇത് ഇറോഷൻ ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന പേരിൽ പല സ്ഥലങ്ങളിലും അക്കാഡമികമായിട്ടാണ് ചർച്ച ചെയ്യപ്പെട്ട് തുടങ്ങി. കാരണം നമ്മൾ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു വരുന്നു. ഒരുപാട് നേരം ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഐഡിയകൾ ഇനി ഉണ്ടാക്കില്ല. നമ്മൾ പലരും കരുതുന്നത് ഇനി AI വന്നോടുകൂടി AI എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്ന ഒരു നരേറ്റീവ് ഒരു സൈഡിൽ കൂടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. AI ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ആര് പരിഹരിക്കുന്നതിനെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള നരേറ്റീവ് ആരും വരുന്നില്ല. കാരണം ശ്രദ്ധിച്ചിട്ടില്ലേ, എന്താണ് AI കുറിച്ച് എൻ്റെ അടുത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദ്യം ചോദിക്കാറുണ്ട്. അവർ കോട്ട് ചെയ്യുന്ന ആരെയാണെന്ന് അറിയാം? എലോൺ മസ്കിനെയാണ്. എലോൺ മസ്ക് പറയുന്നത് നമ്മൾ 2030 മാഴ്സിൽ ഇറങ്ങുന്നത്. എന്ന് വെച്ചാൽ ഹൂ ഈസ് എലോൺ മസ്ക്? എലോൺ മസ്കിൻ്റെതായ ഒരു പർപ്പസ് ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് സയൻറ്റിഫിക്, ഇറ്റ് ഈസ് എക്കണോമിക് ഓർ ഫിനാൻഷ്യൽ. AI കുറിച്ച് സംസാരിക്കുന്നത്, നമ്മളുടെ AI കുറിച്ചിട്ടുള്ള അറിവ് വരുന്നത് ആരിൽ നിന്നാണ്? സാം ആൾട്ട്മൻ ആണ് AI കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത്. ആരാണ്? സാം ആൾട്ട്മൻ ഒരു കമ്പനിയുടെ CEO ആണ്. അദ്ദേഹത്തിൻ്റെ പർപ്പസ് എന്തായിരിക്കും? നമുക്ക് AI കുറിച്ചിട്ടുള്ള സത്യസന്ധമായ അറിവ് പകരുക എന്നുള്ളതാണ്? അല്ല, അദ്ദേഹത്തിൻ്റെ ആ കമ്പനി എങ്ങനെ വളർത്താമെന്നുള്ളതാണ്. അപ്പോൾ ആ വിഷയം നമ്മൾ വേറെ തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. ഇപ്പോൾ AI വന്നു കഴിഞ്ഞാൽ AI എക്കണോമിക്സ് ആരും സംസാരിക്കുന്നില്ല, AI എൻവയൺമെൻറ്റൽ ഇമ്പാക്ട്സ് ആരും സംസാരിക്കുന്നില്ല. AI നാളെ സൂപ്പർ ഇൻ്റലിജൻസ് ആയിട്ട് മനുഷ്യരെ കീഴടക്കുമോ എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ചർച്ച ചെയ്തു പോകുന്നത്. വി ആർ എൻഗേജ്ഡ് ഇൻ വെരി പോയിന്റ്ലെസ് ഡിസ്കഷൻസ്. അത് സോഷ്യലി ഭയങ്കര ഡാമേജിങ് ആണ്. ഇതെല്ലാം നമ്മൾ നടക്കാൻ പോകാത്ത കാര്യങ്ങളെക്കുറിച്ച്
അല്ലേ പഴയ ഒരു നമ്പൂരി ഫലിതമുണ്ടല്ലോ, ഒരു സ്ഥലത്ത് വന്നപ്പോൾ രണ്ട് പേര് ഘോരം ചർച്ച ചെയ്യുകയാണ്. കുറേ നേരമായിട്ട് ചർച്ച തീരുന്നില്ല. അപ്പോൾ മൂന്നാമത്തെ ആൾ ഇടപെട്ടു. എന്താണ് ചർച്ചാ വിഷയം? ചർച്ചാ വിഷയം ഇതാണ്: താറാവ് ക്വാക്വ എന്നാണോ ഗ്വാഗ്വ എന്നാണോ വിളിക്കുന്നത്? ഇത് എങ്ങനെ ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്യും? ഞാൻ പറഞ്ഞ പോയിന്റ് തർക്കോത്തരമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് വളരെ കൺസേണിങ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരുപക്ഷെ ഇത്തരം ചർച്ചകളാണ് അതിനെതിരെയുള്ള ആദ്യത്തെ ചുവടുവയ്പ്പുകളായിട്ട് നമുക്ക് കണക്കാക്കേണ്ടത്. സോഷ്യൽ മീഡിയയുടെയും AI-യുടെയും അതിൻ്റെ രണ്ടിൻ്റെയും ഇടപെടൽ ഒരുപോലെ തന്നെയാണ്. ആ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെ പരുവപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. നമ്മളെ എങ്ങനെയാണ് അവരുടെ കൂട്ടിലെ താറാവാക്കുക അല്ലെങ്കിൽ അവരുടെ കൂട്ടിലെ കോഴിയാക്കുക എന്നുള്ളതാണ് ഓരോ പൊളിറ്റിക്കൽ എൻറ്റിറ്റിയും. അത് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് ഞാൻ പറയുന്നില്ല. പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഉറപ്പായിട്ടും അവരുടേതായ പ്രൊപ്പഗാൻഡയുണ്ട്, അവർ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. പക്ഷേ ആ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഉപരിയായിട്ട് ഇപ്പോൾ ഒരു വലിയ ഓർഗനൈസേഷൻ ആയിരിക്കാം, ഒരു വലിയ ബിസിനസ്സുകാരനായിരിക്കാം, അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ പൊളിറ്റിക്കലായിട്ടുള്ള റീസണിങ് ഉണ്ട്. ആ ഒരു പർട്ടിക്കുലർ പ്രൊപ്പഗാൻഡ വെച്ചിട്ട് അവർ കൃത്യമായിട്ട് നമ്മളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളെ പരുവപ്പെടുത്തും. നേരത്തെ സൂചിപ്പിച്ച ഈ എക്കോ ചേംബർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫിൽറ്റർ ബബിൾ എന്ന് പറയുന്ന സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്ന നമ്മൾ വിചാരിക്കുന്ന എന്താണ്, നമ്മൾ ചിന്തിക്കുന്ന പോലെ ലോകത്തുള്ള മറ്റുള്ള ആൾക്കാർ ചിന്തിക്കുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് പോകുന്നത്. അവിടെ നമുക്ക് അനഭിമതമായ ഒരു സംഭവത്തിന് നിരന്തരം ഒരാൾ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളതിനെ റെസിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഞാനൊരു പർട്ടിക്കുലർ പാർട്ടിയുടെ അംഗമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് പറയുന്നില്ല, പൊളിറ്റിക്കൽ പാർട്ടി A. ആ പൊളിറ്റിക്കൽ പാർട്ടി Aയുടെ സോഷ്യൽ ബബിളിനകത്തുള്ള സ്ഥലത്തേക്ക് ഞാൻ പോകുമ്പോൾ എനിക്ക് അവിടെ പൊളിറ്റിക്കൽ പാർട്ടി Bയുടെ ഒരു ഒപ്പീനിയൻ നിരന്തരമായി കിട്ടിയാൽ ഞാൻ അതിനെ റെസിസ്റ്റ് ചെയ്യും. പക്ഷേ വളരെ കൃത്യമായി അതിലെ വല്ലപ്പോഴും കൂടി വളരെ ന്യൂട്രലായ അഭിപ്രായം എന്ന രീതിയിൽ ഇങ്ങനെ ചെറുതായി ഇട്ടുതന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പതിയെ ഇയാൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടല്ലോ എന്നൊരു തോന്നലിലേക്ക് നമ്മൾ പറയും. ഇതിൻ്റെ അൽഗോരിതമികമായ ഒരു വേർഷനാണ് സോഷ്യൽ മീഡിയ നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ അതിനിഷ്ടമുള്ള രീതിയിൽ, അതിനെ ആരാണ് പൈസ കൊടുക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ പരുവപ്പെടുത്തി മാറ്റാൻ ഈ സംവിധാനങ്ങൾക്ക് കഴിയും. ഇത് ആൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റ് വരുന്ന ഏറ്റവും വലിയ സംഭവം നമ്മുടെ ജനാധിപത്യമാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് വ്യക്തികളുടെ അഭിപ്രായങ്ങളുടെ സ്വരൂപിക്കലാണ്. അവിടെ കൃത്യമായി എൻ്റെ അഭിപ്രായത്തിന് എങ്ങനെ വേണമെന്ന് കൊണ്ടുവരുന്ന ഒരു തലത്തിലാണ് ഈ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ നടത്തുന്ന തലത്തിൽ AI നമ്മുടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതത്തിൽ വളരെ ആഴത്തിൽ തന്നെ ഇടപെട്ട് പോകുന്നു എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ചർച്ച ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടാവും, അതിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു.